കോട്ടയം പുതുപ്പള്ളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. കാട്ടുപന്നി ഇടിച്ചുണ്ടായ വീഴ്ചയിൽ വീട്ടമ്മയുടെ കാൽപാദത്തിന്റെ എല്ലിന് 3 പൊട്ടലുകളുണ്ടായി. പാമ്പാടി പോത്തൻപുറം ഊട്ടിക്കുളം വീട്ടിൽ ജോമോൾ ജോണിനെയാണ് കഴിഞ്ഞ ദിവസം റബ്ബർ തോട്ടം വെട്ടിത്തെളിക്കുന്നതിനിടെ കാട്ടുപന്നി ആക്രമിച്ചത്. പുതുപ്പള്ളി റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രത്തിലെ റബ്ബർ തോട്ടത്തിലെ അടിക്കാട് വെട്ടുന്നതിനിടയിലാണ് ജോമോൾ അടങ്ങുന്ന സംഘം കഴിഞ്ഞ തിങ്കളാഴ്ച എത്തിയത്. കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ ഇതിനുള്ളിൽ മറിഞ്ഞിരിക്കുകയായിരുന്ന വലിയ കാട്ടുപന്നി ജോമോളുടെ നേരെ ചാടുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ തിട്ടയ്ക്ക് മുകളിൽ നിന്നും വീണുപോയ ജോമോളുടെ കാൽപാദത്തിൽ 3 പൊട്ടലുകളുണ്ടായി. ജോമോളെ ഇടിച്ചിട്ട ശേഷം കാട്ടുപന്നി ഓടിമറിഞ്ഞതായും ഇവർ പറയുന്നു. കാട്ടുപന്നിയെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് കണ്ടതെന്നും കൂടുതൽ കാട്ടുപന്നികൾ ഇനി പ്രദേശത്ത് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഞങ്ങൾ ജോലിക്കാൻ ഇറങ്ങുമായിരുന്നേ, അപ്പോൾ കണ്ടില്ല ഈ സാധനം വരുന്നത്. പെട്ടെന്ന് ഒരു കാറ്റ് പോലെ തട്ടി വീഴ്ത്തി ഞാൻ മറിഞ്ഞു വീണു. അതിന്റെ പൊക്കത്ത് വീണെന്നാ അതിന്റെ പൊക്കത്ത് ഞാൻ വീണെന്നാണ് പറഞ്ഞത്. എനിക്കൊന്നും ഓർമ്മയില്ല. ഞങ്ങൾ റബ്ബർ ഇടക്കാട് വിളിക്കുക, ഓരോ ബാച്ചായിട്ടായിരുന്നു. കുറച്ചുപേര് മുകളിൽ വീണ്ടും പേര് നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിൽക്കാൻ വേണ്ടി ചെന്ന് ജസ്റ്റ് അങ്ങ് 2-3 അടി നടന്നില്ലായിരുന്നു. ഇപ്പൊ കാറ്റ് പോലെ എന്തോ വരുന്നത് മാത്രമേ ഓർക്കുന്നു കാണുന്നത്. ഇത് പന്നിയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങള് 16-12 പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. കുറച്ച് ബാച്ചാണ് മൂടുമോളെയാണ് നിന്നത്. എന്റെ കൂടുതൽ ആ സമയത്ത് 2 പേര് ഞങ്ങൾ മോളിമോള് നിൽക്കുകയായിരുന്നു. ആൾക്കാർ മുകളിലോട്ടുണ്ട്. ഞങ്ങൾ 2 പേരാ. എന്റെ സ്ഥലത്ത് ഞങ്ങൾ 2 പേരെ ഇതെന്ന് പേര് കൊച്ചുണ്ടായിരുന്നു. അതെ അതെ അതെ, എല്ലാരും കണ്ടു. കുറുക്കനെയൊക്കെ കണ്ടുള്ളൂ. കുറുക്കനെ കുരങ്ങനെ കണ്ടിട്ടുണ്ട്. മുള്ളമ്പന്നിയൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇത് നല്ലപ്പോ ഞങ്ങൾ കാണുന്ന സംഭവിച്ച എന്നെ അടിച്ചിട്ട് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പൊ കൂട്ടുകാരിമാര് പറഞ്ഞു, എന്റെ കൂടെ പുള്ളി പറഞ്ഞു, കൂട്ടുകാരി പറഞ്ഞു, നീ അതിന്റെ അടിയിലാ കിടന്നെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല.